ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. നമസ്കാരം. പുതുപ്പള്ളിയിലെ പുതിയ പുണ്യാളച്ചനാണല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പുതിയ ദൈവിക പരിവേഷത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം ഒരു വ്യക്തി നിൽക്കുന്ന ദൃശ്യം കണ്ടു. അനുഗ്രഹം തേടാൻ വേണ്ടി 2011 മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു നരുന്ത് പയ്യൻ അടുത്ത് നിൽക്കുന്നു. പേര് നിർമ്മൽ മാധവനാണ്. പുതുപ്പള്ളി പുണ്യാളന്റെ എല്ലാ അനുഗ്രഹാശസ്സുകളും ലഭിച്ച കുട്ടി. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ആ പുതുപ്പള്ളി പുണ്യാളച്ചന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വച്ചടി 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 കയറ്റമാണ് ആണല്ലോ അല്ലെ. ഇതേ ആ അനുഗ്രഹം കിട്ടിയ വ്യക്തിയെ പറ്റി മറ്റൊരു വാർത്ത ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. വാഹന തട്ടിപ്പ് കേസിൽ നിർമ്മൽ മാധവൻ അറസ്റ്റിൽ. ഈ രണ്ട് ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഈ വൈരുദ്ധ്യത്തെ സംബന്ധിച്ച് ഒരു ചർച്ച നടക്കുന്നതെങ്കിലും കേട്ടോ? നിങ്ങൾ സ്വാഭാവികമായിട്ട് ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ സ്ഥിരം പ്രേക്ഷകരാണല്ലോ. ആ പ്രേക്ഷകർക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു താരതമ്യം കാണാനിട വന്നു വരില്ല. ഒരിക്കലും പുണ്യാളച്ചൻ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ചർച്ചയാകാത്തേയില്ല, ആകാനും പാടില്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ അനുഗ്രഹാശസ്സുകൾ 2011 എങ്ങനെയാണ് മേടിച്ചെന്നല്ലേ? മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ഉമ്മൻചാണ്ടി അന്ന് 2011 കാലഘട്ടത്തിൽ കോഴിക്കോട് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ സർവ്വ മാനദണ്ഡങ്ങളും മറികടന്ന് അനുഗ്രഹാശസ്സുകളോടെ ഇദ്ദേഹത്തിനെ നിയമിച്ചിരുന്നു. അന്ന് ഈ നാട്ടിൽ വലിയ വിദ്യാർത്ഥി പ്രതിഷേധം അരങ്ങേറി. ആ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ പോലീസ് വെടിവെപ്പുണ്ടായി, നരനായാട്ട് നടത്തി. എന്നിട്ടും അതിനെ എല്ലാത്തിനെയും അദ്ദേഹം മൈൻഡ് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ എല്ലാത്തിനെയും അവഗണിച്ചുകൊണ്ട് ഈ വ്യക്തിയെ അവിടെ പഠിപ്പിച്ച് പുറത്തിറക്കി. അപ്പോ യോഗ്യതകളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ എന്റെ മനസാക്ഷി കോടതിയുടെ പുറത്ത് പുണ്യാളച്ചൻ അഡ്മിഷൻ കൊടുത്തതാണ്. എന്ത് സംഭവിച്ചു? പഠിപ്പിച്ചിറങ്ങിയ ആ വിദ്വാൻ ആ കളരിയിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രവൃത്തി കാണിച്ചിരിക്കുകയാണ്. വാഹന തട്ടിപ്പ് രണ്ടാമത്തെ കേസാണ്. ആ വാഹനം ചാണ്ടി ഉമ്മന്റെ കൈവശം ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയതായിട്ടുള്ള ചില മാധ്യമ വാർത്തകൾ കണ്ടിരുന്നു. അതായത് ചാണ്ടി ഉമ്മന് വേണ്ടി വഴിവിട്ട രീതിയിൽ വാഹന തട്ടിപ്പ് നടത്തി എടുത്തു കൊടുത്തു. അന്ന് ഉമ്മൻചാണ്ടി ബംഗളൂരിൽ ചികിത്സയിലുള്ളപ്പോൾ ഈ വാഹനം അതിന്റെ പ്രദേശത്തുണ്ടായിരുന്നു എന്ന ചില മാധ്യമ വാർത്തകളും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഔദ്യോഗിക സ്ഥിരീകരണമില്ല, എന്നിരുന്നാലും വാർത്തകളാണല്ലോ. അപ്പോ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആ ഒഴിഞ്ഞു കിടക്കുന്ന കല്ലറയിലേക്ക് ചെല്ലൂ. ഈ അടുത്ത കാലത്ത് പുണ്യാളച്ചന്റെ, അതായത് പുതുപ്പള്ളി പുണ്യാളച്ചന്റെ അനുഗ്രഹത്താൽ ലോട്ടറി അടിച്ചവരെ വരെ പോലും നമ്മൾ കണ്ടവരാണ്. എന്തെല്ലാം അത്ഭുത പ്രതിഭാസങ്ങൾക്ക് നമ്മുടെ നാട് സാക്ഷിയായി. അങ്ങോട്ടേക്ക് ഒരു വിശ്വാസ ഘോഷയാത്ര തന്നെ നടന്നില്ലേ? പ്രത്യേക ടൂർ പാക്കേജുകൾ പോലും ഈ പുതുപ്പള്ളി പുണ്യാളച്ചന്റെ പുതുപ്പള്ളിയിലെ ആ പള്ളിയിലേക്ക് നടന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ആ അനുഗ്രഹം കിട്ടിയത്, ജീവിച്ചിരുന്നപ്പോൾ അനുഗ്രഹം കിട്ടിയവരുടെ അവസ്ഥ ഇതാണ്. ഇനി അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് മൺമറഞ്ഞതിന് ശേഷം അനുഗ്രഹം തേടി പരക്കം പായുന്നവർ നിർമ്മൽ മാധവനെ ഒന്ന് കണ്ടിരിക്കേണ്ടതാണ്. നിർമ്മൽ മാധവനെ എല്ലാ കാലത്തും ചേർത്ത് പിടിച്ചിരുന്ന വ്യക്തിയാണ് ഈ മൺമറഞ്ഞു പോയ പുതുപ്പള്ളി പുണ്യാളച്ചൻ. ആ പുണ്യാളച്ചന്റെ നേരിട്ടുള്ള അനുഗ്രഹം ചേർത്ത് നിർത്തി കിട്ടിയ വ്യക്തി ഇന്ന് ഈ നാട്ടിൽ ഇത്രയും വലിയ തട്ടിപ്പുകാരനായി മാറിയെങ്കിൽ, ഇനിയുള്ള ഈ അദ്ദേഹത്തിന്റെ കാലം പോയതിനു ശേഷം, അങ്ങനെ മരണാനന്തരമായി അവഹേളിക്കുന്നതല്ല, അങ്ങനെ അനുഗ്രഹം എന്നുള്ളൊരു മാർക്കറ്റിംഗ് നടക്കുന്നതുകൊണ്ട് പറയുകയാണ്, അങ്ങനെ അനുഗ്രഹം വാങ്ങിച്ചു പോകുന്നവരുടെ അവസ്ഥയൊക്കെ എന്താണെന്ന് ഇനി വരും ദിവസങ്ങളിൽ പത്രങ്ങളെ ഫോട്ടോയും വീഡിയോ എടുത്തു വെച്ച് പരിശോധിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയേണ്ടി വരികയാണ്. ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്ന ചില പ്രത്യേക അനുഗ്രഹങ്ങളുടെ നേർസാക്ഷ്യം. പക്ഷേ ചർച്ചയാകത്തില്ലെന്ന് പറഞ്ഞാൽ എങ്കിൽ ആ വിശ്വാസ മാർക്കറ്റ് ഇതോടെ പൊളിയും. ആ വിശ്വാസ മാർക്കറ്റ് പൊളിയാതിരിക്കേണ്ടത് ചിലരെ കൂടി ആവശ്യമാണ്. കാര്യം അവരുടെ ഒരു കച്ചവടം കൂടിയാണല്ലോ വരും കാലങ്ങളിൽ ഈ പറയുന്ന ഈ അദ്ദേഹത്തെ മറവ് ചെയ്തിരിക്കുന്ന ആ കല്ലറ എന്ന് പറയുന്നു. അതിനെ വിറ്റ് കാശാക്കാൻ ഇനി എന്തൊക്കെ വഴിയുണ്ടെന്നുള്ള ആലോചനകൾ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആലോചനകൾ നടക്കുമ്പോൾ ജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങളായ ചില നിർമ്മൽ മാധവന്മാർ ഈ നാട്ടിലുണ്ടെന്ന് നിങ്ങൾ കണ്ടിരിക്കണം. കാര്യം അനുഗ്രഹം മേടിക്കാൻ പോകുന്നതിന്റെ കൂട്ടത്തിൽ നേരത്തെ ജീവനോടെ തന്നെ അനുഗ്രഹം കിട്ടിയവർക്ക് ആ അനുഗ്രഹത്തിന്റെ ഫലം എന്താണെന്ന് സിദ്ധിച്ച് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും അത് കണ്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ മാധ്യമങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചൊരു ട്രോൾ കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ ട്രോൾ വീഡിയോകൾ കണ്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെ സംബന്ധിച്ചും ഒരു ഏകദേശ ധാരണയുണ്ടാകും. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. സ്വാഭാവികം.